ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമാണ് കേട്ടോ ഈ പട്ടിക്കുട്ടികളെ കൊണ്ടുവന്നിട്ട്. ഞങ്ങളൊരു പേരിട്ട് പാച്ചനും ഗോപാലനും. ഇവരെന്തായാലും അഡോപ്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ഫാമിലി വന്നിട്ടുണ്ട് പക്ഷെ അഡോപ്ഷനായിട്ട്. പക്ഷേ ഇവർ ഒരു തരത്തിൽ ഇണങ്ങാത്തത് കാരണം അവരെ കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഇണക്കി എടുത്തിട്ട് വേണം അവരെ കൊടുക്കാനും കൊണ്ട്. നോക്കണുണ്ടോ കുത്തിയിരുന്ന് അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതാ ഇതുപോലെ പതുങ്ങിയങ്ങിരിക്കും. ഇപ്പോൾ ഒന്നിന് പോകാൻ വേണ്ടി തുറന്നു വിട്ടതാണ് കേട്ടോ, 1നും 2നും. അപ്പോൾ ഒരാളിതാ അവിടെ കയറി പതുങ്ങിയിരുന്ന്, മറ്റേ ആളിതോ അവിടെ കുത്തിയിരിക്കുന്നു. നമ്മൾ ക്യാമറ അടുത്തോട്ട് ചെല്ലുന്തോറും അവർ മാറി മാറിപ്പോവും. എന്താ പതുങ്ങിയിരിക്കുക ഒരാൾ കണ്ടോ, മുഖം തരാതാണ് കേട്ടോ, തിരിഞ്ഞിരിക്കുന്നുണ്ടോ മുഖം തരാതെ. ഇതാണ് സ്വഭാവം മൊത്തം. എന്തുവാ ഇവിടെ എൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വാ. ഒരു തരത്തി ഇണങ്ങത്തില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ പട്ടിക്കുട്ടികളുണ്ടോ? പുതിയ വീട്ടിൽ പോകണ്ടേ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയാ? ജിമ്മന്മാരാ ജിമ്മന്മാർ. നമ്മളില്ലാത്തപ്പോൾ ഭയങ്കര കളിയും ചിരിയോ ബോളോ രണ്ടും കൂടെ. പക്ഷെ ഇത് ഗോപാലൻ, അത് പാച്ചൻ. കോവാല പാച്ച, കോവാല പാച്ച. ബാ നമ്മ കളിക്കാം, ബാ ബാടേ. ഇന്ന് 9ാമത്തെ ദിവസമാണ് കേട്ടാ. ജിമ്മീനെ അല്ല അവിടെ കുറ്റിപ്പട്ടാളത്തിനെ ഒന്ന് പിടിച്ചതോ അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒളിച്ചിരിക്കുക ചെടിച്ചട്ടിയുടെ ഇടയിൽ. ജിമ്മീനെ നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ജിമ്മിയൊന്ന് കണ്ടപ്പോഴേ, അന്നേരം എനിക്ക് വീട്ടിൽ പറ്റും. ആദ്യം ജിമ്മിയെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് കുരച്ച്, എന്നിട്ടിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളടുത്ത് ഇതുവരെ അടുത്ത് തുടങ്ങിയില്ല കേട്ടാ. എന്തൊക്കെ ചെയ്തിട്ടും ആൾക്കാർ അടുക്കുന്നില്ല. ജിമ്മി ഒന്ന് നോക്കിയവനെ. അവനെ ഞങ്ങൾ ജിമ്മീനെ അടുത്തോട്ട് വിടുന്നില്ല. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരെ ഒരുമിച്ച് നിർത്താവുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് അടുത്തോട്ട് വിടാത്ത കേട്ടോ. അവനെ വിട്ടേരാ, അവൻ പോയി നോക്കത്തില്ല. അവൻ ഇങ്ങനെ ദൂരെ ഒന്നും നോക്കത്തുള്ളൂ. ജിമ്മി പോവാണാ? ജിമ്മി കൂട്ടാ വിളി. പപ്പിക്കുട്ടന്മാരത്ത് ഇറങ്ങി വരാൻ പറ. വാ ജിമ്മി, ഇഞ്ഞി വാടാ ജിമ്മി. അവൻ തോന്നുന്നു അവന് വേണ്ട. ഇതിനെ എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടതെല്ലാം കൂടെ ഇവിടെ വന്ന് നിരന്ന് വളർന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഇനി ഇതിനെയൊന്നും എനിക്ക് കാണണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇതുപോലെ കൊണ്ടുവന്നതാ ഈ നിൽക്കുന്നേക്ക. ഇന്ന് പാച്ചുവിനെയും ഗോപാലിനെയും കൊണ്ടുവന്നിട്ടേ 13ാമത്തെ ദിവസമാണ്. പാച്ചുവും ഗോപാലിനും എന്താ ഈ ഇരുത്തിരിക്കുന്നതല്ലാതെ നമ്മളില്ലാത്തപ്പം ഭയങ്കര കളിയും കാര്യം. വയറ്റമ്മ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് വയറ്റുകുട്ടി ഓടിക്കൊണ്ട് വന്നു. അപ്പം നമ്മളില്ലാത്തപ്പം ഭയങ്കര കളിയും കാര്യമൊക്കെയാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ പോയി വിളിച്ചിരിക്കും ഈ പാച്ചും ഗോപാലനും. വിളിച്ചാൽ വരത്തില്ലെന്നേ. ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്ത് നോക്കി, എടുത്ത് തടവി നോക്കി, കൊഞ്ചിച്ച് നോക്കി, ഒരു രക്ഷയും ഇല്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടവും ഓട്ടം തന്നെ, ഒളിക്കലും തന്നെ ഒളിക്കല്. കുട്ടി ഇങ്ങോട്ട് നോക്ക്. പിള്ളേരെടുത്ത് നമ്മളെടുത്ത് കൂട്ടുവിടാൻ പറഞ്ഞേ. പിള്ളേരെ കൂട്ടുവിടാത്തണ്ടാ? ഇമ്പ്രി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ. ഇമ്പ്രിക്കാണെങ്കിൽ അവരെങ്ങനെ വന്നിട്ട് നോക്കിയിരിക്കത്തേ ഉള്ള കേട്ടോ. ഇമ്പ്രി അങ്ങനെ അധികം അടുക്കുന്നില്ല അവരടുത്ത്. ഇന്ന് വാടേ ഇങ്ങോട്ട്. എന്തുവാടേ, എത്ര ദിവസമായില്ലേടാ, ഒന്ന് കൂട്ടുകൂടറേ ഞങ്ങളടുത്ത്. ഈ ഒരു ഈച്ച അവന് ശല്യം ചെയ്യുന്നേട്ടാ. അവൻ്റെ മൂക്കത്ത് വന്നിരിക്കുന്നു ഈച്ച. വിടാതെ പിന്തുടരുത്. അത് പാച്ചുവാണ് കേട്ടോ. പാച്ചു ബാക്കിലിരിക്കുന്നതാണ് കോവാലൻ. പാച്ചോ പാച്ചേ വയറ്റിനെയാ നോക്കുന്നത്. വയറ്റമ്മ ഒന്നും ചെയ്യല്ലേ, കുഞ്ഞു ആവാലോ, ഒന്നും ചെയ്യല്ലേ കേട്ടാ. ജിമ്മി കൂടെ വരുന്നേ. കറങ്ങി തിരിഞ്ഞൊക്കെ വരും എല്ലാവരും. മുകളിൽ എന്തൊക്കെയോ ഗുസ്തിയൊക്കെ നടക്കുന്നുണ്ട്. എന്തോടെ എവിടാ പാപ്പാ? എന്തോടെ പാപ്പനൊക്കെ ഇവിടെ വന്നു നിന്നിട്ട് ഇങ്ങോട്ട് നോക്കും. ഇങ്ങോട്ട് നോക്കി ഇതാണ്ട ഇതുങ്ങളെ കാണുമ്പോൾ മൂളക്കമാണ്. അത് കോല എണീറ്റൊക്കെ വരുന്നു പയ്യെ വയറ്റിയെ കണ്ടപ്പോൾ. കോല വെളിയിലോട്ടൊക്കെ വരുന്നു കേട്ടോ. വയറ്റ് ഇതാ ഇവിടെ വയ്ക്കുന്നു. വയറ്റമ്മ അവരുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് കൂട്ടുവിടാൻ പറ. നമ്മളൊന്നും ചെയ്യൂലെന്ന് പറ. ഇത് നോക്കിയേ അടുത്തോട്ട് വരാതാ. വാടാ. ആ തെങ്ങും മൂട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെ മൂട്ടിൽ നിന്ന് വെളിയിലോട്ട് വരത്തില്ല, അവിടെ തന്നെ ഇരുന്നോളെ. അല്ലെങ്കിൽ ഇവിടെ എല്ലാം കിടന്ന് ഓടി, മുറ്റം മൊത്തവും കിടന്ന് ഓട്ടവും ബഹളമാണ്. നമ്മൾ അങ്ങോട്ട് അടുക്കളയിലോട്ട് അകത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇറക്കോ വല്ല വൈറ്റമ്മേൻ്റെ അടുത്ത് കൂട്ടുവിടറാ. ഞങ്ങളടുത്ത് കൂട്ടുവിടറാ കോവാല. ആരുടെ അവിടുന്ന് കല്ലുവാരി എറിയുന്നേ? അവിടെ എന്തൊക്കെയാ നടക്കുന്നത്. ആ ബാക്കിലെ പെരേടത്തിലെ മൊത്തവും കല്ലും മണ്ണും അവന്മാർ ചെതഞ്ഞെടുത്ത് തറയിലിടും. അതാണ് ഇവിടെ കൂടുതലും എഴുക്കാവുന്നത് കേട്ടോ. ഉണ്ടോ ഓട്ടം നടക്കുക അവിടെ. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി.
നമ്മളെ ജിമ്മിക്കുട്ടൻ ഇതിൻ്റെ മേളിൽ നിന്ന് വീട്ടിൻ്റെ മണ്ടേ ചാടി, വീട്ടിൻ്റെ മണ്ടയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൻ്റെ മണ്ടേ ചാടി. അത് കാരണം ഞങ്ങളിതാ ഇവിടെ മൊത്തവും മറച്ചു കേട്ടാ. ഇവിടെ എല്ലാം ഷെഡ് പോലെ ഷെയ്ഡ് പോലെ കെട്ടി മറിച്ചു. ഓഹോ, മണ്ണ് വറുത്താണ്ട, ഫുൾ മണ്ണ് വറുത്ത് അവിടെ കിടന്ന് ഓടി. കോവല പച്ചു, ഞാൻ അമ്മൂമ്മേ നാടൊന്ന് നോക്കിയേ, കോവലിനും പച്ചു. ഞാൻ അമ്മൂമ്മ അവർക്ക് 3 പേർക്ക് മൈൻഡില്ല കേട്ടോ, ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് കൊത്തില്ല. ജിമ്മി കോവലന് ഒന്ന് അവരുടെ അടുത്ത് ഒന്ന് അടുക്കണമെന്നൊക്കെ ഉണ്ട്. വൈറ്റി വേണ്ട, വൈറ്റി അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് കോവാലിനെങ്കിൽ ബാക്കിലോട്ട് പോയി. പാച്ചുവിൻ്റെ മൂക്കിൽ ഇപ്പോഴും ആ ഈച്ച ഇരിക്കുക, അത് പോകുന്നില്ല. നാണിയമ്മേ, ഇത് ആരും ഇവിടെ ഇരിക്കുന്നത്? ഇതൊക്കെ ഞാനു റാണിക്കും വേണ്ട. റാണിയറേ ഇതുപോലെ എത്ര എണ്ണത്തിനെ കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങളിവിടെ വെറും പഴം തുണിയായി വരുന്ന പുതിയ ആൾക്കാരല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കോവാലനെ മുന്നോട്ട് വന്ന് നോക്കുന്നുണ്ട്. അടുത്തോട്ട് വരുമ്പം ബാക്കിലോട്ട് വയ്ക്കളെ. ഐറ്റംബു